കശ്യപ പ്രജാപതിയുടെ മനസ്സിൽ നിന്നും ജനിച്ച അതിസുന്ദരിയായ കന്യകയായിരുന്നു മനസാദേവി. മാനസയല്ല, മനസ. അതീവ ഭക്തിയായിരുന്ന മനസ ചെറുപ്രായത്തിൽ തന്നെ ശിവഭഗവാനെ തപസ് ചെയ്തു. ദേവി 1000 വർഷം തപസ്സനുഷ്ഠിച്ചു. കന്യകയുടെ ദൃഢനിശ്ചയത്തിലും ഭക്തിയിലും സന്തുഷ്ടനായ ഭഗവാൻ ശങ്കരൻ പ്രത്യക്ഷനായി. ദേവ, അവിടുത്തെ പാദരാഗ ദന്തങ്ങൾ ഞാൻ കുമ്പിടുന്നു. പ്രഭു, അവിടുത്തെ ജ്ഞാനങ്ങളിൽ പ്രധാനമായ ദിവ്യജ്ഞാനം എന്നെ ഉപദേശിച്ചാൽ. മനസാദേവി ശിവഭഗവാനോട് അപേക്ഷിച്ചു. അതനുസരിച്ച് ശിവൻ മനസ്സയ്ക്ക് ദിവ്യജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. പണ്ഡിതയും ഭക്തിയും വിനയന്യാത്വയുമായ മനസ സ്വഗ്രഹത്തിൽ മടങ്ങി വന്നു. അധികം താമസിയാതെ ജരൽക്കാരു മഹർഷി മനസ്സെ വിവാഹം ചെയ്തു. ആ ദമ്പതികൾ സസുഖം പുഷ്കര തീർത്ഥത്തിൽ വാസമാക്കി. അങ്ങനെയിരിക്കെ ഒരു സായംകാലത്ത് ജരൽക്കാരു പത്നിയുടെ മടിത്തട്ടിൽ ശിരസ് വെച്ച് ഉറങ്ങുവാൻ കിടന്നു. സമയമേറെ സൂര്യനസ്തമിച്ചു. എന്നിട്ടും ഉണരാതെ ഭർത്താവിനെ കണ്ട് മനസ്സാ പരിഭ്രമിച്ചു. സായങ്കാലത്തുറങ്ങുന്നവനും സന്ധ്യയെ പൂജിക്കാത്തവനും ബ്രഹ്മഹത്യാ പാപമുണ്ടാകും. തൻ്റെ ഭർത്താവിന് ആ അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. എന്നാൽ ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് നീതിയല്ല. മനസ്സാ ധർമ്മസങ്കടത്തിലായി. അവൾ ഒടുവിൽ ഭർത്താവിനെ വിളിച്ചുണർത്തുവാൻ തീർച്ചയാക്കി. ഉണർന്നെഴുന്നേറ്റ് ജരൽക്കാരു കുപിതനായി. അഹങ്കാരി, ധർമ്മിഷ്ഠയും പണ്ഡിതയുമാണ് നീയാണെന്നാണല്ലോ പൊതു സംസാരം. ഇതാണോ നിന്റെ ധർമ്മം? നിദ്രാഭംഗം എങ്ങനെ ന്യായീകരിക്കുവാനാണ് ശ്രമം? അധർമ്മിയായ ഒരുവളെ പത്നിയായി വയ്ക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ജരൽക്കാരു ഗ്രഹം വിട്ടു. മനസ്സാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമായാചനം ചെയ്തു. അവളുടെ കണ്ണുനീര് കണ്ട മഹർഷിക്കും കുറ്റബോധമുണ്ടായി. അദ്ദേഹം അവളെ സ്വാന്തനിപ്പിച്ചു. സുന്ദരി, നീ ദുഃഖിക്കേണ്ട. നിനക്ക് ഗുണവാനും ധർമ്മിഷ്ഠനും തപസ്വിയും കീർത്തിമാനുമായ ഒരു പുത്രൻ ജനിക്കുന്നതായിരിക്കും. ഇത് കേട്ട് ഒരുവിധം സമാധാനിച്ചുകൊണ്ട് മനസ്സാ കൈലാസത്തിലേക്ക് യാത്രയായി. അവിടെ ഉമാമഹേശ്വരന്മാർ അവളെ സ്വീകരിച്ചു. ഭദ്രേ, നീ ദുഃഖിക്കുന്നത് എന്തിന്? കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ട് തന്നെയിരിക്കും. ദേവി, നീ ഭക്തനായ ഒരു പുത്രന് ജന്മം നൽകും. ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഗർഭിണിയായിരുന്ന മനസയ്ക്ക് പരമശിവൻ ജ്ഞാനോപദേശം കൊടുത്തു. മനസായോടൊപ്പം ഗർഭസ്ഥനായ ശിശുവും ജ്ഞാനോപദേശം കേൾക്കുകയാൽ ശിശു ഗർഭത്തിൽ വെച്ച് തന്നെ ജ്ഞാനായി മാറി. അല്പകാലത്തിനു ശേഷം മനസാദേവി തേജസ്വിയായ ഒരു പുത്രന് ജന്മം കൊടുത്തു. ഗുണവാനായ ശിശുവിന് ഭഗവാൻ ശങ്കരൻ ആസിക്തകൻ എന്ന് നാമകരണം ചെയ്തു. അടുത്തത് ഇന്ദ്രജിത്ത് ശിവപുത്രനായ കഥയാണ്. തുടരും.